ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഉടുമ്പൻചോല MLA MM മണിയുടെ സഹോദരൻ ലംബോദരന്റെ സ്ഥാപനത്തിൽ കേന്ദ്ര GST വകുപ്പിന്റെ പരിശോധന. അടിമാലി ഇരുട്ടുകാനത്തെ ഹൈറേഞ്ച് സ്പൈസസിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. വിഷ്ണു, പരിശോധന എപ്പോൾ തുടങ്ങിയതാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? മറ്റു വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്തെങ്കിലും തെളിവുകളുടെ ആ നിലയ്ക്കുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ലംബോദരന്റെ സ്ഥാപനങ്ങളിലെ GST വകുപ്പിന്റെ പരിശോധന? വിജയകുമാർ, ഗുരുതരമായ പരാതികൾ ഈ സ്ഥാപനത്തിനെതിരെ ഉയർക്കുകയും അത് പരാതി GST വകുപ്പിന് ലഭിക്കുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിലാണ് GST വകുപ്പിന്റെ പരിശോധന നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അഴിമാടിയിലുള്ള ഹൈറേഞ്ച് സ്പൈസസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ, ഇക്കാണുന്ന സ്ഥാപനത്തിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. 10 മണി തൊട്ട് ആരംഭിച്ച പരിശോധനയാണ്. ഏകദേശം 12-ലധികം വരുന്ന GST മേഖലയിലെ ഉദ്യോഗസ്ഥർ ആണ് പരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നത്. GST മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചില നികുതി വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പരിശോധന പുരോഗമിക്കുന്നത്. ഈ ടൂറിസം മേഖലയിലേക്ക്, അതായത് മൂന്നാറിലേക്കും അടിമാലിയിലേക്കും എത്തുന്ന വിനോദസഞ്ചാരികളെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ വിൽപ്പനയും അതോടൊപ്പം തന്നെ ചോക്ലേറ്റിന് വിൽപ്പനയും എല്ലാമാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ GST വകുപ്പിന് ലഭിച്ചിരിക്കുന്ന പരാതി. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് CPM-നകത്തുള്ള ചില പ്രാദേശിക തർക്കങ്ങളും ഇതിലൊരു പ്രധാന വിഷയമായി നിൽക്കുന്നുണ്ട്. അത്തരം ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ലംബോദരന്റെ, അതായത് MM മണിയുടെ സഹോദരനായ ലംബോദരന്റെ ഈ കടക്ക് നേരെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന് നേരെ പരാതി ഉയർന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. നിലവിൽ പരിശോധന പുരോഗമിക്കുകയാണ്. 2 മണിക്കൂർ പരിശോധന പിന്നിട്ടു. ഈ സ്റ്റാഫുകളുടെ ഉൾപ്പെടെ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചുകൊണ്ടാണ് നിലവിൽ പരിശോധന പുരോഗമിക്കുന്നത്. ഈ ക്രമക്കേടുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് നിലവിൽ ലക്ഷ്യം. അങ്ങനെ ക്രമക്കേടുകൾ ഉണ്ട് എങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മൾ ഈ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അവർ ഒരു ഘട്ടത്തിലും എന്താണ് ഇതിൻ്റെ വസ്തുത, അല്ലെങ്കിൽ എന്താണ് ഈ പരിശോധനയുടെ അടിസ്ഥാനം എന്ന് അവർ വ്യക്തമാക്കുന്നില്ല. പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട്, ചില പരാതികളുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ ഏതരത്തിലുള്ള പരാതിയാണ്, എപ്പോഴാണ് പരാതി ലഭിച്ചത്, ആരാണ് പരാതി തന്നത്, അക്കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത അവരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. 10 മണിയോടുകൂടി തന്നെയാണ് കേന്ദ്ര GST വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തി ഈ കാണുന്ന ഷോപ്പിൽ പരിശോധന ആരംഭിച്ചത്. പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ പരിശോധന തുടരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിജയകുമാർ. യെസ്, CPM നേതാവ് MM മണി MLAയുടെ സഹോദരൻ MM ലംബോദരന്റെ സ്ഥാപനത്തിലാണ് കേന്ദ്ര GST വകുപ്പിന്റെ പരിശോധന. അടിമാലി ഇരുട്ടുകാനത്തെ ഹൈറേഞ്ച് സ്പൈസസിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നത്. മണിക്കൂറുകളായി പരിശോധന തുടരുകയാണ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്നും. മറ്റു പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന് രാഷ്ട്രീയ മറുപടിയുമായി സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ. വനിതാ സംവരണ ബിൽ ഇക്കൊല്ലം നടപ്പിലാക്കാൻ ചങ്കൂറ്റമുണ്ടോ എന്ന് മന്ത്രി K രാജൻ BJPയെ വെല്ലുവിളിച്ചു. തൃശൂർ കണ്ട് ആരും മോഹിക്കേണ്ടെന്നും മന്ത്രി പറഞ്ഞു. എൻ്റെ ചോദ്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇന്നലെ മഹിളാ സംവിധാനങ്ങളെ കണ്ട് മോദിയുടെ ഗ്യാരണ്ടി അത് പ്രഖ്യാപിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഈ പാർലമെൻറ്റിനകത്ത് അവർ പ്രഖ്യാപിച്ച വനിതാ സംവരണ ബിൽ മോദിയുടെ ഗ്യാരണ്ടിയായി അവതരിപ്പിക്കാനുള്ള ചങ്കൂറ്റമുണ്ടോ? സ്വർണ്ണക്കടത്ത് നടന്ന ഓഫീസ് പ്രധാനമന്ത്രി മനസ്സിലാക്കിയിട്ടും കേന്ദ്ര ഏജൻസികൾ റെയ്ഡ് നടത്താത്തത് എന്തുകൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണ് CPM ശ്രമം. എന്നാൽ കേരളത്തിൽ BJPക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുന്ന BJP മണിപ്പൂരിലെ വനിതകൾക്കും ഗുസ്തി താരങ്ങൾക്കും വേണ്ടി എന്തു ചെയ്തുവെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. പ്രധാനമന്ത്രി കേരളത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് അദ്ദേഹത്തിന്. ഒന്നാമത്തെ, കേരളത്തിൽ BJPക്ക് യാതൊരുവിധ പ്രസക്തിയില്ല. കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF മുന്നണിയും CPM നേതൃത്വത്തിലുള്ള LDFും ഏറ്റുമുട്ടുകയാണ്. അവിടെ BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനും ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനും കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയില്ല. BJPക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ നേടാൻ കഴിയില്ല. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തിന് ശേഷം BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമായെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ പറഞ്ഞു. ഇന്നലെ നടന്ന ആ പരിപാടി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ വളരെ ഊർജ്ജസ്വലമായിട്ട് ആരംഭിക്കാനുള്ള അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുക. രാജ സമ്മതിച്ചിട്ടുണ്ട്, അല്ലെ യെച്ചൂരി സമ്മതിച്ചിട്ടുണ്ട്, രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് ജയിച്ചു പോട്ടം. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ജയിച്ചില്ലെങ്കിൽ, വയനാട്ടിൽ നിന്ന് ജയിച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ വേറെ എവിടെ രാഹുൽ ഗാന്ധി ജയിക്കും? പാർലമെന്റിൽ അവർക്ക് ഒരാളുണ്ടാവില്ല രാഹുൽ ഗാന്ധി.
പ്രധാനമന്ത്രി പ്രസംഗിച്ച തെക്കിൻകാട് മൈതാനിയിൽ ചാണകവെള്ളം തളിച്ച് പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. സുരക്ഷയ്ക്കായി ക്ഷേത്രത്തിലെ ആൽമരത്തിന്റെ ശിഖരം വെട്ടിയതിനെതിരെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ആ ദൃശ്യങ്ങളിലേക്ക്. പ്രതിഷേധക്കാരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. BJP പ്രവർത്തകർ മർദ്ദിക്കുന്നത് പോലീസ് നോക്കി നിന്നുവെന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആരോപിക്കുകയും ചെയ്തു. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, ഇരുവിഭാഗത്തെയും പോലീസ് അവിടെ നിന്ന് തിരിച്ചയച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അവിടെ ഇപ്പോൾ കാര്യങ്ങൾ പോലീസിന്റെ നിയന്ത്രണത്തിലായോ? എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, എന്തായാലും ഈ കാര്യങ്ങളെല്ലാം പോലീസിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ വേദിക്ക് മുന്നിലായിരുന്നു ഇന്ന് ഈ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായത്. ഇപ്പോൾ ഈ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത്, അതായത് തുടർ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് പോലീസ് ഇപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ഭാഗം അത് ബാരിക്കേഡ് വെച്ച് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. അതായത് ഇനി DYFI ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി എത്താനുണ്ട് എന്നൊരു സാധ്യത കൂടി പോലീസ് കൽപ്പിക്കുന്നുണ്ട്. അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ബാരിക്കേഡുകൾ വെച്ച് അതിന്റെ ഈ വേദിയുടെ ഭാഗത്തേക്ക് കടക്കുന്ന ഭാഗം ഇപ്പോൾ പോലീസ് അടച്ചിരിക്കുന്നത്. എന്തായാലും ഇരുവിഭാഗവും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിക്ക് സമീപം അവിടുത്തെ ആൽമരം മുറിച്ചതിനെതിരെ, ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. അവർ അവിടെ എത്തുന്ന സമയത്ത് 2-3 BJP പ്രവർത്തകർ ഈ വേദി അഴിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവരുണ്ടായിരുന്നു. അവർ ഈ സമയം ഇവിടെ എത്തുന്നു, ഈ പ്രവർത്തകരെ തടയുന്നു. അപ്പോൾ പോലീസ് ഇടപെട്ട് ഇവർക്കിടയിൽ ഒരു ഉന്തും തള്ളും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് ഇടപെട്ട് അവിടെ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ നിയന്ത്രിക്കുന്നു. തൊട്ടു പിന്നാലെയാണ് കൂടുതൽ BJP പ്രവർത്തകർ, അത് BJP ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അക്രമം അഴിച്ചുവിടുകയുമായിരുന്നു. ഈ വേദിയിൽ തന്നെ ഈ പന്തലഴിച്ചതിന്റെ അവശിഷ്ടങ്ങളുണ്ട്, പട്ടിക കഷ്ണങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇരുമ്പ് പൈപ്പുകളുണ്ട്. ഇതെല്ലാം വെച്ച് ഈ KSU പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. പക്ഷേ ഇവർക്ക് ഒരു തരത്തിലും പ്രതിരോധിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വെറും പൈപ്പിൽ കെട്ടിയ കൊടികളുമായിരുന്നു ഇവർ എത്തിയത്. ഇവർക്ക് സ്വാഭാവികമായും ആ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നു. പിന്നീട് പോലീസുകാരെത്തിയാണ് ഈ സംഘർഷം നിയന്ത്രണമാക്കുന്നത്. തൊട്ടു പിന്നാലെ ഈ പോലീസ് ഇടപെട്ടുകൊണ്ട് തന്നെ രണ്ടു വിഭാഗത്തോടും സംസാരിക്കുന്നു. പക്ഷേ ഇവർ ഈ സമരം അവസാനിപ്പിക്കാനും പ്രതിഷേധം അവസാനിപ്പിക്കാനും യുവമോർച്ചയും തയ്യാറാകാതെ വന്നതോടെ പോലീസ് ഒരു വിഭാഗം ആളുകൾ, അതായത് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ആ സമയത്തും BJPയുടെ നേതൃത്വത്തിൽ അക്രമത്തിനൊരു സാധ്യതയുണ്ടായി. അവർ വലിയ പൈപ്പുകളും കല്ലുകളും അടക്കം അവിടെ നിന്ന് ഇവർക്കെതിരെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അറസ്റ്റിന് വഴങ്ങിയെങ്കിൽ പോലും വലിയൊരു പ്രകോപനം അത് KSUവിന്റെ ഭാഗത്തുനിന്നുണ്ടായി. കാരണം ഒരു വശത്ത് ഇവർ ആയുധങ്ങളുമായി സംഘടിച്ചു നിന്ന് വെല്ലുവിളിക്കുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോയി. പോലീസ് എന്തായാലും ഇടപെട്ടുകൊണ്ട് ഈ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം അത് കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. പക്ഷേ ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത BJP പ്രവർത്തകർക്കെതിരെ നടപടി എടുത്തില്ല എന്നുള്ളതാണ് നിലവിൽ ഈ യൂത്ത് കോൺഗ്രസും KSUവും ആരോപിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പറയേണ്ടത്, ഇന്നലെ നടന്ന പരാതി, അതായത് മോദിയുടെ ഇന്നലത്തെ പ്രസംഗം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള വികസന ചർച്ചയ്ക്ക് അതിന് BJP തയ്യാറെടുക്കുകയാണ്. ഇനിയുള്ള തുടർ പ്രചരണങ്ങൾ ഉൾപ്പെടെ വിശദീകരിക്കുന്നതിന് വേണ്ടി അല്പസമയത്തിനകം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണും. കഴിഞ്ഞ 2 ആഴ്ചയായി BJP സംസ്ഥാന അധ്യക്ഷൻ തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടായിരുന്നു ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചത്. ഇന്ന് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ഉയർത്തിയ വിഷയങ്ങൾക്കെല്ലാം, അതായത് K രാജനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും എല്ലാം ഉയർത്തിയ വിമർശനങ്ങൾക്ക് അല്പസമയത്തിനകം K സുരേന്ദ്രൻ മറുപടി പറയുമെന്നും അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം, പ്രധാനമന്ത്രിയുടെ തേക്കിൻകാട് പ്രസംഗം, അതിനെ ചുറ്റിയുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഇന്നും തുടരുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ വിഷയത്തിൽ ഉയർന്ന രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് K സുരേന്ദ്രൻ മറുപടി പറഞ്ഞേക്കും. അതിനിടയിലാണ് തേക്കിൻകാട് പ്രതിഷേധമുണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാത്രം അറസ്റ്റ് ചെയ്തു നീക്കി. BJP പ്രവർത്തകരോട് പോലീസിന് അവർക്കെതിരെ കേസെടുത്തില്ല, അവരെ അറസ്റ്റ് ചെയ്തില്ല തുടങ്ങിയ ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. സൂരജാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. മദ്യനയ അഴിമതി കേസിൽ ED സമൻസ് നിയമവിരുദ്ധമെന്ന് ആവർത്തിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നിയമപരമായ നടപടികളോട് സഹകരിക്കും. EDയെ ഉപയോഗിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനാണ് BJP ശ്രമിക്കുന്നതെന്ന് കെജ്രിവാൾ ആരോപിച്ചു. जो कुछ भी चल रहा है बहुत खतरनाक है, ये हमारे जनतंत्र के लिए बहुत गलत है, इसे रोकना होगा। मैं हमेशा देश के लिए लड़ा हूँ, मेरा तन मन धन देश के लिए है।
मेरी एक एक सांस देश के लिए है, मेरी खून की एक एक बूंद देश के लिए है, मेरे शरीर का एक एक कतरा देश के लिए समर्पित है। हमें मिलके देश को बचाना है। मैं पूरी जी जान से इनके खिलाफ लड़ रहा हूँ, आपका साथ चाहिए। ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് അറസ്റ്റ് ചെയ്യുമെന്ന വാർത്തകൾ തള്ളി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് 4ാമതും സമൻസ് അയക്കും. നേരത്തെ 3 തവണയും അരവിന്ദ് കെജ്രിവാൾ ഹാജരായിരുന്നില്ല. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്താണ് കെജ്രിവാൾ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്? ഇതിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന ആം ആദ്മി പാർട്ടിയുടെ നേരത്തെയുള്ള ആരോപണം അദ്ദേഹം ആവർത്തിച്ചു. അതിനപ്പുറത്തേക്ക് ഇതിലെന്ത് തുടർ നടപടികൾ സ്വീകരിക്കും കെജ്രിവാൾ, ആം ആദ്മി പാർട്ടി? വിജയകുമാർ, നേരത്തെ ഉന്നയിച്ച അതേ ആരോപണങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഈ പാർട്ടിയെ തകർക്കാനുള്ള BJPയുടെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരം നീക്കങ്ങൾ എന്ന ആരോപണം ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ 3ാമത്തെ സമൻസ് അവഗണിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും കെജ്രിവാളിനെ മാറ്റി നിർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി എന്ന ആരോപണം ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുന്നത്. കെജ്രിവാൾ പതിവ് ശൈലിയിൽ തന്നെ താൻ സത്യസന്ധനാണ്, യാതൊരു തെരുവും തനിക്കെതിരെ EDയുടെ പക്കലില്ല, രാഷ്ട്രീയ പകപോക്കലാണ് BJPയുടെ ഭാഗത്തുനിന്നും, BJPയോടൊപ്പം ചേരുന്ന പ്രതിപക്ഷ നേതാക്കളുടെ കേസുകൾ തേച്ചുമാച്ചു കളയുന്നു, മറ്റ് നേതാക്കളെ ജയിലിലേക്ക് അയക്കുന്നു, ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് താൻ ഇറങ്ങുന്നത് തടയാനും തന്റെ പ്രതിച്ഛായ തകർക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമായാണെന്ന ആരോപണമാണ് ഉന്നയിച്ചത്. അതേസമയം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേക്കുമെന്നും വീട്ടിൽ റെയ്ഡ് നടത്തിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനം എന്നുള്ളത് ആം ആദ്മി പാർട്ടി നേതാക്കൾ ഡൽഹി മന്ത്രി അതിഷി ഇന്ന് പങ്കുവച്ച സമൂഹ മാധ്യമ കുറിപ്പാണ്. ഇതിന് പിന്നാലെ മറ്റു പല ആപ്പ് നേതാക്കളും ഇതേ പ്രതികരണവുമായി എത്തുകയായിരുന്നു. എന്നാൽ ED ഇക്കാര്യം നിഷേധിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ വീട്ടിൽ റെയ്ഡ് നടത്താൻ ഇന്ന് തങ്ങൾക്ക് പദ്ധതിയില്ല എന്ന് ED വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നു. കെജ്രിവാളിന് 4ാമത്തെ സമൻസ് ഉടൻ തന്നെ നൽകുമെന്നും ED വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ കെജ്രിവാൾ നേരത്തെ നൽകിയ ഈ സമൻസുകൾക്കുള്ള മറുപടി കത്തിനുള്ള പരിശോധിച്ചു വരികയാണ് എന്നും ED വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വിജയകുമാർ. യെസ്, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും സമൻസ് നൽകും കെജ്രിവാളിനെന്നാണ് ED അറിയിക്കുന്നത്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കമുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ വസതി റെയ്ഡ് നടത്താൻ ED ശ്രമിക്കുന്നുവെന്നും ഒക്കെ ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നുണ്ട്. പക്ഷെ അത് അഭ്യൂഹം മാത്രമാണ് എന്നാണ് ED വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ വിവാദം ഇന്നും വളരെ ചൂടുപിടിച്ച് ചർച്ച ചെയ്യുകയാണ് ഡൽഹി രാഷ്ട്രീയത്തിൽ. കൗമാര കലോത്സവം കൊല്ലത്ത്. അൽ മുക്താദിർ ജ്വല്ലേഴ്സ് കലക്കൻ കൊല്ലം സമർപ്പിക്കുന്നത് അൽ മുക്താദിർ ജ്വല്ലറിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. പവേർഡ് ബൈ ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. കാതങ്ങൾ താണ്ടാൻ പാദങ്ങൾക്ക് കൂട്ട് ക്യൂബിക്സ് ഫുട്വെയർ ഇൻ അസോസിയേഷൻ വിത്ത് മിൽട്രീന ഹോസ്പിറ്റൽ. ലോകോത്തര നിലവാരത്തിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം. വീട് വീടാകാൻ നോൾട്ട, വീട് വീടാന്തരം നോൾട്ട. കാശിന്റെ കാര്യത്തിൽ ഇനി ടെൻഷൻ വേണ്ട. മാറ്റേറുന്ന വിശ്വാസം കൊശമറ്റം ഫിനാൻസ്. കല്യാൺസിൽ 3-in-1 കോംബോ ഓഫർ. ഇനി ഓരോ ഷോപ്പിംഗിലും നേടാം 3 ഇരട്ടി ലാഭം. ഇപ്പോൾ കൊല്ലം ആശ്രാമ മൈതാനത്തെ 24 TTS സ്റ്റുഡിയോയിൽ നിന്ന് മുകേഷ് MLA നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം കലോത്സവ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കും. നമുക്ക് മുകേഷുമായി സംസാരിക്കാം. ശ്രീ മുകേഷ്, സ്വാഗതം. ഈ സാങ്കേതിക വിദ്യയുടെ ഒരു സൗകര്യം നമുക്ക് മുഖാമുഖം നോക്കി സംസാരിക്കാമെന്നുള്ളതാണ്. താങ്കൾ ആശ്രാമ മൈതാനത്ത് ഞങ്ങളുടെ TTS സ്റ്റുഡിയോയിൽ നിൽക്കുന്നു. താങ്കളെ നമ്മൾ ആ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഞങ്ങളുടെ കാക്കനാട്ടെ സെൻട്രൽ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു സംഘാടകനായി കൊല്ലത്ത് ഈ കലോത്സവ വേദികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്കറിയാം താങ്കൾക്ക് ഓർമ്മകൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് എന്നത്. എന്താണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത് ശ്രീ മുകേഷ്? നമസ്കാരം. പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഒരുപാട് കൊല്ലം ഞാനൊരു മത്സരാർത്ഥിയായിരുന്നു. ഇപ്പോൾ അവിടെ ആശ്രാമത്ത് ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന ആ സദസ്സിൽ നിൽക്കുമ്പോൾ പോലും എനിക്ക് അറിയാതെ കേൾക്കുന്ന ഒരു ശബ്ദം നെഞ്ചിടിപ്പാണ്. കാര്യം കുറേ കൊല്ലം ഈ നെഞ്ചിടിപ്പ് ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് മത്സരാർത്ഥികളുടെ.
ഇനി എത്ര ഗംഭീരമായ പെർഫോമൻസ് ചെയ്യുന്ന ആളാണെങ്കിലും ഇത്തരത്തിലുള്ളൊരു മത്സരം വരുമ്പോൾ എന്താണ്, എങ്ങനെയാണ് പെർഫോമൻസ് വരാൻ പോകുന്നത്, എങ്ങനെ അവസാനിക്കുമെന്നുള്ളത് അത് മനുഷ്യ സഹജമാണ്. അപ്പോൾ അത്രമാത്രം അതിൻ്റെ ഒരു ത്രില്ലും ആവേശവും ആ മത്സരത്തിൻ്റെ, ആരോഗ്യകരമായ മത്സരത്തിൻ്റെയൊക്കെയുള്ള വലിയ ഓർമ്മകളാണ് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഓർക്കാനുള്ളത്. ഇത് വളരെ വളരെ വ്യത്യസ്തമായ, ശരിക്കും വിപ്ലവകരമായ ഒരു മാറ്റമാണ് ശരിക്കും ഈ യുവജനോത്സവങ്ങളിലും കലോത്സവങ്ങളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം അതിനൊക്കെ പ്രധാന കാരണക്കാർ മാധ്യമങ്ങൾ തന്നെയാണ്. അന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 82-ലോ 1982-ലോ മറ്റോ എനിക്ക് ഒരു മിമിക്രി മത്സരത്തിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് സമ്മാനം ലഭിച്ചപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഇറങ്ങിയ പത്രത്തിൽ ഒരു ചെറിയ എൻ്റെ ഒരു ഫോട്ടോ, മിമിക്രി 1ാം സമ്മാനം ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഫോട്ടോ വന്നിട്ട് 5-ാമത്തെ 6-ാമത്തെ പേജിലാണ്. അതും ചുരുട്ടിപ്പിടിച്ച് ഞാൻ എത്ര മാസം നടന്നു. എവിടെയെങ്കിലും ആരെങ്കിലും പരിചയപ്പെടുവാന്ന് ഈ പേപ്പർ വീട്ടിൽ വെക്കാൻ മറന്നുപോയി, എന്താ ചെയ്യാനാ, ഇത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ ആത്മവിശ്വാസമാണ് ആ കാലത്ത് തന്നെ. കാര്യം ഇത് അന്ന് നമ്മൾ കുറച്ച് ചീപ്നെസ് ആണെങ്കിലും നമ്മളുടെ ഉള്ളിൽ അറിയാതെ ഒരു ഭയങ്കരമായ ഇമ്പോർട്ടൻസ് വരികയാണ്. എനിക്ക് 1ാം സമ്മാനം, ഞാനാണ് ദി ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ ഇത്. തിരിച്ചു നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുകയും പല സന്ദർഭങ്ങളിലും നമ്മൾക്ക് വൻ പരാജയം നേടിയിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അപ്പം മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും മികച്ചവരാണ്. സമ്മാനം എന്ന് പറയുന്നത് ആ ദിവസത്തെ ഒരു പെർഫോമൻസ്, ഇന്ന് എൻ്റെ ദിവസമല്ലായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ദിവസമാണ്, ആ ഒരു ചെറിയ വ്യത്യാസത്തിലാണ് സമ്മാനങ്ങൾ. ഏറ്റവും വലിയ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം തിരുനക്കര മൈതാനത്ത് വെച്ച് ഇതേ കണക്കൊരു മോണോ ആക്ട് മത്സരം നടന്നു. അന്ന് പരസ്പരം അറിയാതെ ഞാനും ഡയറക്ടർ സിദ്ദിഖും ഡയറക്ടർ ലാലും സൈനുദ്ദീനും എല്ലാം പല പല സ്ഥലങ്ങളിൽ നിന്നും മത്സരിച്ചു. ഞങ്ങൾക്ക് ആർക്കും സമ്മാനം ലഭിച്ചില്ല. സമ്മാനം ലഭിച്ച വേറെ ആൾക്കാർക്കാണ്. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള സമ്മാനമല്ല ആ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ തളച്ചിടുന്നത്, പ്രോത്സാഹനമാണ്. അപ്പോൾ ആൾക്കാർ ഇയാൾക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിലും കൊള്ളാം എന്ന് പറയുന്ന തരത്തിൽ മാധ്യമങ്ങൾ ഉണരണം. ആർക്കെങ്കിലും സമ്മാനം കിട്ടിയവരെ മാത്രമല്ല, അതിനോട് അടുപ്പിച്ച് വന്ന, ആ ഒരു പ്രയത്നം നമ്മൾ കണ്ട ആൾക്കാരെ കൂടെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗംഭീരമായിട്ടുള്ള ഉറപ്പായും നമുക്ക് അത് അങ്ങനെ തന്നെയാണ്. അത് പങ്കെടുക്കുന്നത് തന്നെയാണ് ഇതിലെ ഒരു അംഗീകാരം എന്നത് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചത് ഈ പോയിന്റിലല്ല കാര്യം, ഇതിലെ പാർട്ടിസിപ്പേഷൻ തന്നെയാണ് പ്രധാനം. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും താങ്കൾ പറഞ്ഞതുപോലെ ആ നെഞ്ചിടിപ്പ് അത് മാറില്ല, അത് ഉണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും നെഞ്ചിടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ വിപ്ലവകരമായ മാറ്റങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു സംഘാടക മികവ്. ഇപ്പം ഇന്നത്തെ ദിവസം ഇതെല്ലാം ഒരുപാട് ആൾക്കാർ പ്രസംഗിക്കാനും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് കുറച്ച് താമസിക്കുന്നത്. മറ്റുള്ള സന്ദർഭങ്ങളിൽ കൃത്യമായി 10 മണിയെന്ന് പറഞ്ഞാൽ 10 മണിക്ക് തുടങ്ങിയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട്ട് വെച്ച് ഈ ഗവൺമെൻറ് നടത്തിയ ഈ മത്സരങ്ങൾ ഒരു പരാതി പോലും ആ തരത്തിൽ, കാര്യം അതൊരു വലിയ പരീക്ഷണ ഘട്ടമാണ്. ഞാൻ ഒരു മത്സരത്തിൽ, ഇതേ കണക്ക് മത്സരത്തിൽ എറണാകുളത്ത് ഫൈൻ ആർട്സ് ഹാളിൽ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വെളുപ്പാങ്കാലത്ത് രാവിലെ 9 മണിക്ക് തുടങ്ങിയിട്ട് പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് 4 മണിക്കാണ് ആ മത്സരം തീരുന്നത്. 250-300 പേര് മത്സരിക്കാനുണ്ട്. അപ്പം ജഡ്ജസിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. ജഡ്ജസ് അപ്പം ഈ തുടങ്ങാനും അതിനിടയ്ക്കുള്ള ഗ്യാപ്പും അടുത്ത പാർട്ടിസിപ്പൻ്റെ വിളിക്കാനും ഒക്കെ ഉള്ള വലിയ വലിയ ലാഗ് വന്നതിന് ശേഷമാണ് എങ്ങനെയാണ് ഇവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്. ഇന്നലെ രാവിലെ 10 മണിക്ക് ഒരാളുടെ പെർഫോമൻസ് കണ്ടു, ഇന്ന് പിറ്റേ ദിവസം 3 മണിക്ക് 4 മണിക്കോ കാണുമ്പോൾ എങ്ങനെയാണ് ഇത് താരതമ്യം ചെയ്യുന്നത്? അങ്ങനെയൊക്കെയുള്ള നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം ഒരു വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. എല്ലാം കൃത്യനിഷ്ഠയോടാണ് ഈ പ്രാവശ്യം എല്ലാം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും താങ്കൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് ഏത് വേദിയിലെ ഒരു കലാരൂപം, കലാപ്രകടനമായിരിക്കും? ഏതെങ്കിലും ഒന്ന് താങ്കൾക്ക് ഒരു സവിശേഷമായി ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നുണ്ടാകുമല്ലോ മുകേഷിന്? തോന്നുന്നുണ്ടെങ്കിലും അത് രഹസ്യമാണ്.
കാരണം ഒരു സംഘാടക മെയിൻ ആയിട്ടുള്ള ഒരു ചെയർമാനാണ്, വർക്കിംഗ് ചെയർമാനാണ്. അപ്പോൾ ആ തരത്തിൽ പോലും എൻ്റെ ഐറ്റം, എൻ്റെ കല ഞാൻ പഠിച്ചുകൊണ്ടുവന്നത് ഒരു ചെറിയ കുറവാണ്, മറ്റുള്ളവനെ അപേക്ഷിച്ചു എന്നൊരു തോന്നലേ വരാൻ പാടില്ല. കാരണം എല്ലാ ഐറ്റമും എല്ലാ കലയും ഒരുപോലെ ആണ്. ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എല്ലാ സ്ഥലത്തും കുറച്ച് സമയം നമുക്ക് പറ്റുന്ന സമയത്തെല്ലാം ഓടിയെത്താൻ ശ്രമിക്കുകയാണ്. 24 വേദികളുണ്ട്. 24 വേദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ തന്നെ പഴയിടം പറയുണ്ടായി, ഒരു ദിവസം കൊല്ലമായതുകൊണ്ട് ഏകദേശം 30,000 ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമായി മാറും. അപ്പോൾ അങ്ങനെ ഉള്ള അത്രമാത്രം ഇപ്പോൾ കൊല്ലം ഇന്നത്തെ ആ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിറഞ്ഞു കവിഞ്ഞ് 60,000-ന് പരം ആൾക്കാരാണ് ആ ഓഡിറ്റോറിയം നിറഞ്ഞത്. അപ്പോൾ കൊല്ലംകാരുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. ഈ തരത്തിലുള്ള മത്സരങ്ങൾ എന്ത് വില കൊടുത്തും എന്ത് ത്യാഗം സഹിച്ചും ഓടി നടന്ന് കാണുക എന്നുള്ളത് അത് ഇപ്പോൾ രാവിലെ തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അതെ. അപ്പോൾ നന്ദി ശ്രീ മുകേഷ്. ഗംഭീരമാകട്ടെ, എല്ലാ വേദികളും നിറയട്ടെ, കൊല്ലത്തിൻ്റെ കലാപാരമ്പര്യം ഈ മത്സരവേദികളിലും നമുക്ക് കാണാൻ കഴിയട്ടെ, നന്നായി നടക്കട്ടെ. അപ്പോൾ താങ്കൾക്കും ഒരു മുഖ്യ സംഘാടന നിലയിൽ വലിയ നല്ല ആശംസകൾ കൂടി നേരുന്നു. നന്നായി പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം, ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഇതെനിക്ക് തോന്നുന്ന ആദ്യത്തെ ഒരു സംവിധാനമാണ്. ഇവിടെ വന്ന് വിജയികളും അല്ലാത്തവർക്കും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തരത്തിൽ അവരെ റെക്കോർഡ് ചെയ്യാനും അവരുടെ പെർഫോമൻസ് അവർക്ക് തന്നെ പിൽക്കാലത്ത് കാണുവാനും ഒക്കെ ഉള്ള ഒരു TTS സമ്പ്രദായമാണ്. വളരെ സന്തോഷത്തോടു കൂടി ഇതിൻ്റെ ഫസ്റ്റ് ആളെന്ന നിലയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. യെസ്, ഉറപ്പായും. ഒരിക്കൽ കൂടി നന്ദി ശ്രീ മുകേഷ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നെഞ്ചിടിപ്പൊന്നുമില്ലാതെ വളരെ സന്തോഷത്തോടെ കുട്ടികളൊക്കെ പങ്കെടുക്കട്ടെ, നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാം. ഇപ്പോൾ TTS സ്റ്റുഡിയോയിൽ നിന്നാണ് മുകേഷ് നമ്മളോടൊപ്പം സംസാരിച്ചത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.